നമസ്കാരം. നല്ല പഴുത്ത ചക്ക കൊണ്ട് തയ്യാറാക്കിയ കാരമൽ ജാക്ക് ഫ്രൂട്ട് പുഡിംഗ്. 4 ചേരുവകൾ കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഈ വിഭവം ഏറെ രുചികരവും തയ്യാറാക്കുവാൻ വളരെ എളുപ്പവുമാണ്. ഫ്ലേവേഴ്സ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇതിനായി നമുക്ക് വേണ്ടത് നല്ല പഴുത്ത ചക്കച്ചുള, മീഡിയം സൈസിലുള്ളത് ഒരു 20 എണ്ണം. ചെറുതായി അരിഞ്ഞു കഴിയുമ്പോൾ 1.25 കപ്പോളത്തോളം കാണും. ഇനി ഇത് മിക്സിയുടെ ജാറിനകത്ത് ഇട്ട് 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് പാലും ചേർത്ത് നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുക്കുക. കടായി ചൂടായി കഴിഞ്ഞാൽ അരച്ചെടുത്ത മിശ്രിതം കടായിലേക്ക് ഒഴിച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ബോയിൽ ചെയ്യുക. നിരന്തരം ഇതുപോലെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. തിള വരുന്നത് വരെ ഇതുപോലെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിനോടൊപ്പം തന്നെ 1/4 കപ്പ് പാലിൽ 1/4 കപ്പ് കോൺഫ്ലവർ കൂടി ചേർത്ത് ഒരു മിശ്രിതം തയ്യാറാക്കി വയ്ക്കുക. തിള വന്നതിന് ശേഷം കോൺഫ്ലവറും പാലും ചേർത്ത മിശ്രിതം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചേർക്കാവുന്നതാണ്. കോൺഫ്ലവർ മിശ്രിതം മുഴുവനുമായി ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റ് സമയമെങ്കിലും തുടർച്ചയായി ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. കോൺഫ്ലവറിൻ്റെ പച്ചച്ചുക മാറിക്കിട്ടുന്നതിന് വേണ്ടിയാണിത്. ഇതോടൊപ്പം തന്നെ 4 ടേബിൾ സ്പൂൺ ഷുഗറും 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്ത് ബൗളിനകത്ത് ഒഴിച്ചു വയ്ക്കുക. ഇനി പുഡിംഗ് മിശ്രിതം ബൗളിനകത്തേക്ക് ഒഴിച്ച് ഒരു 5 മണിക്കൂർ സമയമെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ കാരമൽ ജാക്ക് ഫ്രൂട്ട് പുഡിംഗ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് പകർത്താവുന്നതാണ്. നല്ല സോഫ്റ്റ് ജാക്ക് ഫ്രൂട്ട് പുഡിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ജാക്ക് ഫ്രൂട്ടിൻ്റെ ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള ഡെസേർട്ടാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും തന്നെ മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.